My dear Sidhu. My love one. കനകം ആമാ ലിസ്റ്റ് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ടേ. ഓ ശരി. ആ പിള്ളേരിത് എവിടെ പോയി? അല്ലമ്മേ മുട്ടേ. സിദ്ധു ഇവിടെ ഇരിക്കുകയായിരുന്നു. അതെ, ഇവിടെ ഇരിക്കുവായിരുന്നു. ലച്ചൂസിന്റെ കവിത എഴുത്തൊക്കെ കഴിഞ്ഞു കാണൂ? അത് ആക്ച്വലി കവിത എഴുത്തൊന്നും അല്ലായിരുന്നു, ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സിദ്ധു, എന്തോ? അതെ ഈ നാണമൊക്കെ വരുന്നു. നാണം വരുന്ന ലച്ചൂസിന് നാണം വരുന്ന എങ്ങനെ നാണിച്ചോണ്ടിരുന്നു? ലച്ചൂസിന്റെ നാണം കാണാനേ നല്ല രസമാണ്, ഞാൻ ആസ്വദിച്ചോളാം. സിദ്ധു അതെ എന്താ என்னது ரோசா பூ? லிஸ்டுக்கு மேல ரோசா பூவா? ஜோடா அம்மாவோட பாசத்தை பாரு. செல்லம் தான் என்னோட அம்மா. ലച്ചൂസേ, നാണിച്ചത് മതി, ഇനി കാര്യം പറ. അതെ സിദ്ധു, നമ്മുടെ ഈ ടേബിളില്ലേ, ടേബിളിന്റെ മുകളിൽ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് ശരി, കഴിക്കാൻ എടുത്തു വെച്ചെന്ന് പറയാനാണ് ഇത്രയും നാണോ? അതല്ല, പിന്നെ എങ്ങനെ പറയാ, അത് വേറൊരു സാധനം, പോയി നോക്ക്. സാധനോ? പിന്നെ അത് കിട്ടിക്കഴിയുമ്പോ എന്നെ കളിയാക്കല്ലേ. ഇല്ല. പിന്നെ സിദ്ധു, അതൊരു പേപ്പറാ. പേപ്പർ? ടേബിളിന്റെ പുറത്തൊന്നും കാണുന്നില്ലല്ലോ. അവിടെ ഉണ്ട്, സൂക്ഷിച്ചു നോക്ക്. കിട്ടി. അത് വായിച്ചു നോക്ക്. വായിക്കട്ടെ? സത്യം പറഞ്ഞ അതെന്റെ ജീവനാ, എന്റെ ഉള്ളിൽ ഒന്നെല്ലാം ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അരി 15 കിലോ, വെളിച്ചെണ്ണ 2 കിലോ, തേയില 1 കിലോ. ഇത് തരാൻ വേണ്ടിട്ടാണ് ഇവൾ ഇത്ര നാണം കാണിച്ചത്. ലച്ചൂസേ, എന്തോ? ഞാൻ വായിച്ചു. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അത് വായിച്ചിട്ട് നിനക്ക് എന്താണാവോ ചെയ്യാൻ തോന്നുന്നു, നീ അത് ചെയ്. വൈകിട്ട് മതിയാ? മതി. നിനക്ക് എപ്പോഴാണാവോ മറുപടി തരാൻ തോന്നുന്നു, നീ അപ്പം മറുപടി തന്നാ മതി. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, വൈകിട്ടേ ഞാൻ കേശവനെയും കൂട്ടി പോവാം.